കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കറി വരെ വയ്ക്കുന്നത്. മീശക്കാരൻ്റെ കളാച്ചിത്തല നോക്കണുണ്ടാ? വന്ന് നോക്ക്. ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടോ നിങ്ങൾ? എണ്ണ ഒഴിച്ചോ കറിക്ക്? മുളക് പൊടി വേണ്ട, സബോള വേണ്ട, കാന്താരി, കൊച്ചുള്ളി, ഇഞ്ചി. അയ്യയ്യേ മോളെ നീ മീശക്കാരൻ്റെ കടയിൽ പോകാൻ കൊതിയുണ്ടോടി, പൊന്നുമോളെ ചേട്ടനുമായി ഇങ്ങോട്ട് വാടി മോളെ, മീശക്കാരൻ്റെ കടയിൽ പോകാൻ കൊതി തോന്നുന്നേ. എന്തെല്ലാം വിഭവങ്ങൾ കാളാഞ്ചി പൊരിച്ചതും എല്ലാമുണ്ടേ. അയ്യയ്യേ പൊന്നു ചേട്ടാ വണ്ടിയെടുക്കൂ ചേട്ടാ, പെട്ടെന്ന് നാവിൽ കൊതി തൂങ്ങിത്തുടങ്ങി പൊന്നു ചേട്ടാ. അയ്യയ്യേ മോളെ പിള്ളേരെയും വിളിച്ചേരി അമ്മേനെയും കൂട്ടി ദാ നമുക്കിപ്പം തന്നെ മീശക്കാരൻ്റെ കടയിൽ പോകാം. എങ്കിൽ ചേട്ടാ വണ്ടിയെടുക്കൂ, വെച്ച് താമസിപ്പിക്കേണ്ട പൊന്നു ചേട്ടാ, കാളാഞ്ചി ഫ്രൈ മാത്രം പോര ചേട്ടാ. നമ്മുടെ തലക്കറിയാണ് അത്, കാളാഞ്ചി. തീ കൂട്ടി വെച്ചത് നിങ്ങൾ വീട്ടിലാണ്ടും ചെയ്യണം. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചെറുനാരൻ്റെ നീര് ഒഴിക്കണം. അന്നേരം മീനൊന്ന് ഉറയ്ക്കും. അപ്പോൾ ഈ മീനൊന്ന് മറച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ചരപ്പിൽ നിന്ന് മീൻ വേകുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം പെട്ടെന്ന് കയറി പിടിക്കുന്നത്. മൊത്തം അരപ്പിൽ മീനിടുമ്പോൾ അരപ്പ് കൂടുതൽ കിടക്കുകയും ചെയ്യും, മീൻ വെന്ത് പൊടിഞ്ഞു പോകും. ഇഞ്ചി പച്ചക്കറി ഇറക്കണം, എന്നിട്ട് ഉരച്ചെടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കണം. അതിനകത്ത് വെള്ളം, ആ വെള്ളം നമ്മുടെ കരടകത്ത് വരികയാണ്. മുളക് പൊടി വേണ്ട, സബോള വേണ്ട, കാന്താരി, കൊച്ചുള്ളി, ഇഞ്ചി. എന്ത് പറയണേ? മീശക്കാരൻ്റെ കളാച്ചിത്തല നോക്കണുണ്ടാ? വന്ന് നോക്ക്. ഇതാ ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടോ നിങ്ങൾ? എണ്ണ ഒഴിച്ചോ കറിക്ക്? ഇങ്ങോട്ട് വാ മേഡമ്മ. എണ്ണ തെളിച്ച് നിൽക്കണ കണ്ടോ? നമ്മൾ അരപ്പ് ആദ്യം അടപ്പത്തിനും തിളച്ചിട്ടിരുന്നപ്പോൾ തുള്ളി എണ്ണ ഒഴിച്ചായിരുന്നു. ഇപ്പം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പം ചെയ്യുന്നത് ചെമ്മീനാണ്. ചെമ്മീൻ ഇത് എണ്ണയിൽ വറക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ മസാല പുരട്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ചേർത്ത് ചെമ്മീൻ ഇങ്ങനെ പറ്റിച്ചെടുക്കണം. പറ്റിച്ച് ചെമ്മീൻ എടുക്കുമ്പോഴത്തേക്ക് ചെമ്മീൻ്റെ ഉള്ളു വേകും. നമ്മൾ എണ്ണയിലിട്ടിങ്ങനെ മുരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊട്ടും വേഗത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വിഭവങ്ങളും നമ്മൾ എണ്ണയിലല്ല ചെയ്യുന്നത്. കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കറി വരെ വയ്ക്കുന്നത്. അതൊക്കെ മക്കളിപ്പോൾ ഒരു തലക്കറി വെച്ചത് അതേമാതിരിയാണ്. ഇതേമാതിരി വിഭവങ്ങൾ പിന്നെ ലുലു മാളിൽ നമ്മൾ അടുത്ത 19-ാം തീയതി മീശക്കാരൻ ദിലീപേട്ടൻ്റെ വെറൈറ്റി ഫുഡുകൾ പലതുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും അവിടെ സ്വാഗതം. എല്ലാവരും അവിടെ വെച്ച് കാണാം. ഓക്കെ.